മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. വചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 18-ാം സങ്കീർത്തനം 25-ാം തിരുവാക്യം. വിശ്വസ്തനോട് അങ്ങ് വിശ്വസ്തത പുലർത്തുന്നു. സങ്കീർത്തകൻ തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞ ദൈവപ്രവൃത്തി നമ്മോട് ഏറ്റുപറയുകയാണ്. വിശ്വസ്തരെ കർത്താവ് വിശ്വസ്തയോടെ എണ്ണുന്നു. നമ്മൾ വിശ്വസ്തരാകുവാനാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ ശുശ്രൂഷയിൽ എന്ത് നിയോഗമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്, ആ നിയോഗങ്ങളും നമ്മുടെ നിരവധിയായ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ കരുത്തുറ്റ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. സ്വർഗം വിട്ടിറങ്ങി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പതിനായിരങ്ങളിൽ അത്ഭുതത്തിന്റെ ആത്മാവായി, കൃപയുടെ ആത്മാവായി, അനുഗ്രഹത്തിന്റെയും സൗഖ്യത്തിന്റെയും ആത്മാവായി നിറഞ്ഞൊഴുകുന്ന സമയം. കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങളുടെ അവിശ്വസ്തത പരിഹരിച്ച് ഞങ്ങളെ വിശ്വസ്തരാക്കണമേ. നമുക്ക് എത്ര പേർക്ക് ഇത് പ്രാർത്ഥിക്കാൻ കഴിയും? ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന്, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഇരുകരങ്ങളും അല്പം സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരു കുടുംബമായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ അവിശ്വസ്തതയെ പരിഹരിച്ച് ഞങ്ങളെ വിശ്വസ്തരാക്കണമേ. കർത്താവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. ഹൃദയപരമാർത്ഥതയോടെ ജീവിക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾ ആവശ്യങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞ് ഒരു കുടുംബമായി നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. അനേകം ആയിരങ്ങളിലേക്ക് ദൈവകൃപ ഒഴുകപ്പെടുന്ന സമയം. മനസ്സിന്റെ സകല ഭാരങ്ങളെയും വിട്ടുകളഞ്ഞ് കർത്താവ് തരുന്ന സ്വസ്ഥതയിൽ നിറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കുന്നു. We worship Lord. ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവേ, സകല സ്തുതികൾക്കും അർഹനായ കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. Bless, bless Lord. മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിന് കർത്തനേശു സാക്ഷികളായി. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും വിശ്വസ്തരായ സാക്ഷികളാക്കി മാറ്റണമേ. ഒത്തുചേർന്നിടാം, ഒത്തുപാടിടാം തന്റെ നാമമഹത്വത്തിനാ. കർത്താവേ, കരങ്ങൾ ഉയർത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവരും ചേർന്ന് മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിന് കർത്തനേശു സാക്ഷികളാ. കർത്താവേ, കൃപ വർഷിക്കണമേ. പതിനായിരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ പകരണമേ.
ഒത്തുചേർന്നിടാം ഒത്തുപാടിടാം തന്റെ നാമമഹത്വത്തിനായി. ഹൃദയങ്ങളെ തുറക്കണമേ, പാപക്കെട്ടുകൾ അഴിക്കണമേ. Lord bless. ഒത്തുചേർന്നിടാം ഒത്തുപാടിടാം തന്റെ നാമമഹത്വത്തിനായി. കരങ്ങൾ ഉയർത്തിയടിച്ച് ആത്മാവിൽ നിറഞ്ഞ എല്ലാവരും ഒരുമിച്ച് തന്റെ നാമമഹത്വത്തിനായി. യേശുവേ കരുണ വർഷിക്കണമേ, തന്റെ നാമമഹത്വത്തിനായി ഞങ്ങളെ വിശ്വസ്തരാക്കണമേ കർത്താവേ. തന്റെ നാമമഹത്വത്തിനായി, തന്റെ നാമമഹത്വത്തിനായി. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ പെരുവെള്ളത്തിന്റെ ഇരുമ്പലോടെ ജീവിക്കുന്ന കർത്താവിന്റെ തിരുനാമം വിളിച്ച് നമ്മൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവമേ, അവിടുത്തെ കരുത്തുറ്റ കരങ്ങൾ ഞങ്ങൾക്ക് നേരെ നീട്ടണമേ. സാത്താന്യ ശക്തികളെ, പാപശക്തികളെ, രോഗശക്തികളെ, എല്ലാ അന്ധകാരാധിപത്യ അധികാര ശക്തികളെ നിർവീര്യമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. അനുഗ്രഹത്തിന്റെ ആത്മാവായി, കൃപയുടെ ആത്മാവായി, സൗഖ്യത്തിന്റെ ആത്മാവായി, വിമോചനത്തിന്റെ ആത്മാവായി, ആനന്ദത്തിന്റെ ആത്മാവായി 10,000 നിറഞ്ഞൊഴുകണമേ കർത്താവേ. ഞങ്ങളെ വിശ്വസ്തരാക്കണമേ. ഞങ്ങളെല്ലാ വിശ്വസ്തതകളെയും പരിഹരിച്ച് വിശ്വസ്തതയുടെ അങ്കി ഞങ്ങൾ അണിയിപ്പിക്കണമേ കർത്താവേ. കരങ്ങൾ ഉയർത്തി ഞങ്ങൾ ആശീർവദിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന 10,000 കണ്ണീര് കണ്ട് അവർ അനുഗ്രഹിക്കണമേ. ബ്ലെസ്, ബ്ലെസ് ലോർഡ്. കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ കർത്താവേ. ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് വരണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന തകർച്ചകളിലേക്ക്, ദുഃഖ ദുരിതങ്ങളിലേക്ക്, ഞങ്ങളുടെ സകല പരാജയങ്ങളിലേക്കും കർത്താവേ കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധമേ, ഞങ്ങളെല്ലാവരും വിശ്വസ്തയോടെ ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ആനന്ദമുള്ളവരാകാം. സാധിക്കുന്ന എല്ലാവരും അല്പസമയം ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ച് സ്വസ്ഥമായി ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുക. പലപ്പോഴും ഇന്ന് അനേകർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്താണ് ഞങ്ങളുടെ ജീവിതം മാത്രം ഇങ്ങനെയായിരിക്കുന്നത്? അടിക്കടിക്കുണ്ടാകുന്ന പരാജയങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ, തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നു വേണ്ട, ഞങ്ങളിന്ന് വളരെ അസ്വസ്ഥരാണ്. എന്താണ് ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ? ഞങ്ങളുടെ കുടുംബത്തിൽ എന്തുകൊണ്ട് ഈ തകർച്ച സംഭവിക്കുന്നത്? ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുമായി അനേകർ വളരെ വേദനയോടെ ജീവിക്കുന്നുണ്ട്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് വെളിച്ചം വീശുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത് ഹൃദയപരമാർത്ഥതയോടെ ജീവിക്കുക. ഹൃദയപരമാർത്ഥതയോടെ നാം ജീവിക്കുക. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാം തിരുവചനം. ഹൃദയപരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും. എന്തെന്നാൽ നീതിമാൻ തന്റെ വിശ്വസ്തത മൂലം ജീവിക്കും. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? നമ്മുടെ പല പരാജയങ്ങളുടെയും, നമ്മൾ അനുഭവിക്കുന്ന ചില തകർച്ചകളുടെയും, വിട്ടുമാറാത്ത പ്രതിസന്ധികളുടെയും ഒരു അടിസ്ഥാന കാരണം ജീവിതത്തിൽ എവിടെയോ വെച്ച് നമുക്ക് ഈ ആത്മാർത്ഥത, വിശ്വസ്തത നഷ്ടപ്പെട്ടു പോയി.
കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിന് മുൻപിലിരുന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണം. എവിടെയാണ് എനിക്ക് വീഴ്ച പറ്റിയത്? എവിടെയാണ് ഞാൻ കർത്താവിൻ്റെ വഴിയിൽ നിന്ന് മാറിപ്പോയത്? ദൈവത്തിൻ്റെ തിരുവെഴുത്ത് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാ, ഹൃദയപരമാർത്ഥത ഇല്ലാത്തവർ പരാജയപ്പെടും. അത് കുടുംബജീവിതത്തിലാണെങ്കിലും, സമർപ്പിത ജീവിതത്തിലാണെങ്കിലും, ജോലിയിലാണെങ്കിലും, ബിസിനസ്സിലാണെങ്കിലും, പഠനത്തിലാണെങ്കിലും, ആത്മീയ ശുശ്രൂഷ മേഖലകളിലാണെങ്കിലും അവർ പരാജയപ്പെടുമെന്ന് വ്യക്തമായി കർത്താവിൻ്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ തിരുവചനം എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു തിരുവാക്യമാണിത്. അതേസമയം ദുഷ്ടരും കപടനാട്യക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധപതിക്കും. ഈ വചനം എന്താണ് നമ്മോട് പറയുന്നത്? ദുഷ്ടരെ. ആരാ ദുഷ്ടരെ? കർത്താവിൻ്റെ വഴി വിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവരെ, കർത്താവിൻ്റെ ആലോചനകളെ തട്ടിക്കളഞ്ഞ് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയാണ്, കപടനാട്യക്കാരും അവർ വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധപതിക്കും. പലപ്പോഴും ദൈവാനുഗ്രഹത്തിൻ്റെ സമൃദ്ധി അനുഭവിക്കാൻ കഴിയാതെ ദുഃഖത്തിലും കണ്ണുനീരിലും നിരാശയിലും കടുത്ത പരാജയത്തിലും ഇന്ന് അനേകർ ആയിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. എല്ലാം അത് തന്നെയാണെന്നല്ല പറയുന്നത്, എന്നാൽ ഈ വചനത്തിൽ ചില സത്യങ്ങളുണ്ട്. ഹൃദയപരമാർത്ഥതയുള്ളവരെ തോൽപ്പിക്കുവാൻ ആർക്കും സാധിക്കില്ല. കാരണം കർത്താവിൻ്റെ ബലമുള്ള കരങ്ങൾ അവരുടെ മേലുണ്ട്. വിശ്വസ്തയോടെ ജീവിക്കാനുള്ള തീരുമാനം നമുക്കുണ്ടെങ്കിൽ നമ്മളെ പരാജയപ്പെടുത്തുവാൻ, നമ്മളെ തകർക്കുവാൻ, നമ്മളെ നശിപ്പിക്കുവാൻ, നമ്മുടെ കുടുംബത്തെയോ നമ്മുടെ മക്കളെയോ, ആ ജോലിയാവട്ടെ ബിസിനസ് ആവട്ടെ, അതിനെയൊന്നും തകർത്ത് കളയുവാൻ ഒരു തിന്മയ്ക്കും സാധ്യമല്ല. കാരണം സർവശക്തനായ കർത്താവ് അവരോടൊപ്പമുണ്ട്. പ്രവാചകനായ സാമുവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 7-ാമത്തെ വാക്യം, മനുഷ്യർ കാണുന്നത് പോലെയല്ല കർത്താവ് ശ്രദ്ധിക്കുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. കർത്താവ് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലോട്ടാണ്. എന്തുമാത്രം വിശ്വസ്തതയുണ്ട്, എന്തുമാത്രം നമ്മൾ സത്യസന്ധരാണ്, എന്തുമാത്രം നീതിബോധം നമുക്കുണ്ട്, എന്തുമാത്രം നമ്മൾ ആത്മാർത്ഥതയുള്ളവരാണ്. കർത്താവ് ഇതാ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യരുടെ മുൻപിൽ, എൻ്റെ ഭാര്യയുടെ മുൻപിലോ ഭർത്താവിൻ്റെ മുൻപിലോ മക്കളുടെ മുൻപിലോ മാതാപിതാക്കളുടെ മുൻപിലോ അധികാരികളുടെ മുൻപിലോ കൂട്ടുകാരുടെ മുൻപിലോ ഒക്കെ നമുക്ക് അഭിനയിക്കാം. നമുക്ക് പലതും അവരിൽ നിന്ന് മറച്ചു വയ്ക്കാം. എന്നാൽ സർവജ്ഞാനിയായ 10,000 സൂര്യനേക്കാൾ തേജസ്സുള്ള കർത്താവിൻ്റെ കണ്ണുകൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. God sees everything. കർത്താവ് എല്ലാം കാണുകയാണ്. അതാണ് പ്രവാചകനായ സാമുവേലിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ഞാൻ നിന്റെ ഹൃദയഭാവത്തിലേക്കാണ് നോക്കുന്നത്. ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരു സംഭവം എൻ്റെ മനസ്സിലൂടെ കടന്നു വരികയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ മോഡേൺ സ്റ്റിൽ ക്യാമറ ഇറങ്ങിയിട്ടുള്ള സമയം. അന്ന് വളരെ കുറച്ച് പേരുടെ കയ്യിലൊക്കെ ഈ ക്യാമറയുള്ളൂ. ഒരു പെട്രോൾ പമ്പിൽ ഉടമസ്ഥൻ വളരെ വില കൊടുത്ത് ഈ ക്യാമറ സ്വന്തമാക്കി. ഒരു ദിവസം സന്ധ്യാസമയത്ത് തൻ്റെ ആ പെട്രോൾ പമ്പിൽ വെച്ച് അദ്ദേഹം ഈ ക്യാമറ എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുക, അതിൻ്റെ സിസ്റ്റം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കാറ് ഡീസലടിക്കാൻ പമ്പിലോട്ട് വന്നു. സന്ധ്യാസമയമാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ്. ജീവനക്കാരൊക്കെ ഇവരുടെ വീടുകളിലേക്ക് പോയി. ഈ ഉടമസ്ഥൻ തന്നെ ഇറങ്ങി വന്ന് ഈ കാറിന് ഡീസലടിച്ച് കൊടുക്കുകയാണ്. ഈ സമയത്ത് തൻ്റെ കയ്യിലിരിക്കുന്ന
ഈ വിലപിടിപ്പുള്ള ക്യാമറ അദ്ദേഹം കാറിൽ വെച്ചു. കാർ ഓടിച്ചിരുന്ന വ്യക്തിയാണെങ്കിൽ ഈ സംഗതി അറിഞ്ഞില്ല. ഡീസൽ അടിച്ചു, പൈസ കൊടുത്തു, കാറ് വിട്ടുപോയി. പെട്ടെന്നാണ് ഈ ഉടമസ്ഥന് ഓർമ്മ വന്നത്, ദൈവമേ, ഇത്രയും വിലപിടിപ്പുള്ള ക്യാമറ ആ കാറിൽ ഇരിക്കുകയാണല്ലോ, എന്ത് ചെയ്യും? അന്ന് നിന്നതുപോലെ മൊബൈൽ ഫോണില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യാതൊരു മാർഗമില്ല. ഇദ്ദേഹം ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ 1-2 മണിക്കൂറുകൾ കഴിഞ്ഞു പോയി. ഈ സമയത്ത് കാർ ഓടിച്ചിരുന്ന ഈ സഹോദരൻ കാറിൻ്റെ ആ പുറകിലോട്ട് നോക്കിയപ്പോൾ ആ പുറകിൽ സീറ്റിൽ നല്ല വിലപിടിപ്പുള്ളൊരു ക്യാമറ ഇരിക്കുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് എന്തായാലും എൻ്റെ ക്യാമറയല്ല. അദ്ദേഹം ചിന്തിച്ചു, ഇത് ആരുടെ ക്യാമറ ആയിരിക്കും? പെട്ടെന്ന് അദ്ദേഹത്തിന് ഓർമ്മ വന്നു, ഇന്ന സ്ഥലത്ത് ഇന്ന പെട്രോൾ പമ്പിൽ ഞാൻ ഈ കാറ് ഡീസൽ അടിക്ക് നിർത്തിയിട്ടുണ്ട്, അവിടെയുള്ള ആരുടെയെങ്കിലും ക്യാമറ ആയിരിക്കും. ഈ സമയത്ത് ആ കാർ ഓടിച്ചിരുന്ന മനുഷ്യൻ അദ്ദേഹം തൻ്റെ കാറ് തിരിച്ച് ആ പെട്രോൾ പമ്പിലേക്ക് പോവുകയാണ്. ആ മനുഷ്യൻ്റെ സത്യസന്ധത, ആ കാർ ഓടിച്ചിരുന്ന സഹോദരൻ്റെ ആത്മാർത്ഥത, അദ്ദേഹത്തിൻ്റെ നീതിബോധം, തൻ്റെ പൈസ കളഞ്ഞ്, തൻ്റെ സമയം കളഞ്ഞ്, തൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തി അദ്ദേഹം വീണ്ടും ഈ കാറ് തിരിച്ച് ഡ്രൈവ് ചെയ്ത് ഈ പെട്രോൾ പമ്പിൽ എത്തുകയാണ്. അദ്ദേഹം കാറിൻ്റെ ഡോറ് തുറന്ന് ചോദിച്ചു, ആരുടെ ഈ ക്യാമറ? ഇത് കേട്ടുകൊണ്ടാണ് അതിൻ്റെ ഓണർ ഇറങ്ങി വരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഓ, ഇതെൻ്റെ ക്യാമറയാ, ഇതെൻ്റെ ക്യാമറയാണല്ലോ. സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഈ സമയത്ത് ആ പെട്രോൾ പമ്പിൽ ഉടമസ്ഥൻ കാർ ഓടിച്ചിരുന്ന ഈ സഹോദരനോട് പറഞ്ഞു, താങ്കളും ഭാര്യ ഒന്ന് ഒരുമിച്ച് നിൽക്ക്, നിങ്ങൾ രണ്ടുപേരും ഒന്ന് അടുത്ത് നിൽക്ക്, ഒന്ന് ഒരുമിച്ച് നിൽക്ക്, ഞാനൊരു ഫോട്ടോ എടുത്ത് നാളത്തെ പത്രത്തിലിടുവാനാണ്. ഈ കാലഘട്ടത്തിൽ ഇതുപോലെ സത്യസന്ധതയുള്ള, ആത്മാർത്ഥതയുള്ള, മൂല്യബോധമുള്ള മനുഷ്യരുണ്ടെന്ന് അനേകർ അറിയട്ടെ. പ്ലീസ്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്ക്. ഇത് ചെറിയൊരു വാർത്തയായിട്ട് നാളത്തെ പത്രത്തിൽ ഇടുവാനാണ്. ഈ സമയത്ത് കാർ ഓടിച്ച് ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് പബ്ലിസിറ്റി ഒന്നും ഇഷ്ടമല്ല, പ്ലീസ്, ഞാനത് ആഗ്രഹിക്കുന്നില്ല, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അത് ഒഴിഞ്ഞു മാറുകയാണ്. ഈ സമയത്ത് വീണ്ടും ആ ഉടമസ്ഥൻ പറഞ്ഞു, ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല, ഇത് അനേകർക്കൊരു പ്രചോദനം കിട്ടുവാനാണ്, നല്ലൊരു കാര്യമല്ലേ, നിങ്ങൾ ഒരുമിച്ച് നിൽക്ക്, ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. ഈ കാർ ഓടിച്ചിരുന്ന സുഹൃത്ത് പറഞ്ഞു, എനിക്കത് ഇഷ്ടമല്ല. പല പ്രാവശ്യം നിർബന്ധിച്ചിട്ടും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ്. അവസാനം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഈ കാർ ഓടിച്ചിരുന്ന മനുഷ്യൻ പെട്രോൾ പമ്പിൽ ഉടമസ്ഥൻ്റെ ചെവിയിൽ എന്തോ കുശുകുശുക്കി. ആ ഉടമസ്ഥൻ ഞെട്ടിപ്പോയി. കാരണം കാർ ഓടിച്ചിരുന്ന ഈ വ്യക്തിയുടെ കൂടെയുള്ളത് ഭാര്യയല്ല, മറ്റൊരു പെണ്ണാണ്. ഈ ഫോട്ടോയും കാണുന്ന നാളത്തെ പത്രത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വന്തം ഭാര്യ ഇത് കാണും, സുഹൃത്തുക്കൾ ഇത് കാണും, ബന്ധുമിത്രങ്ങൾ അറിയും, വികാരിച്ചൻ അറിയും, കൂടെയുള്ളവരൊക്കെ അറിയും. ഇദ്ദേഹത്തിൻ്റെ സകല പരിപാടികളും പൊളിഞ്ഞു പോകും. നമ്മൾ ചിന്തിച്ച് നോക്കി, ക്യാമറയുടെ കാര്യത്തിൽ എന്തൊരു വിശ്വസനായിരുന്നു. ഡീസൽ കളഞ്ഞ്, സമയം കളഞ്ഞ്, തൻ്റെ ആരോഗ്യം കളഞ്ഞ് അദ്ദേഹം 2 മണിക്കൂർ കാറ് വീണ്ടും തിരിച്ച് ഈ പെട്രോൾ പമ്പിൽ എത്തി ആ ക്യാമറ തിരിച്ചു കൊടുക്കുക. അവിടെ വലിയ ആത്മാർത്ഥതയായിരുന്നു. എന്നാൽ തൻ്റെ ഭാര്യയോട് അവിശ്വസത പുലർത്തി, തൻ്റെ കുടുംബത്തോട് ദ്രോഹമുള്ളവനായി ആ മനുഷ്യൻ മാറുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഹൃദയപരമാർത്ഥതയില്ലാത്തവർ പരാജയപ്പെടും. ഇന്ന് പലപ്പോഴും എന്താ സംഭവിക്കുന്നത്? നമ്മൾ പലപ്പോഴും അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റിയലാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഭാര്യയുടെ അടുത്തൊരു മുഖം, ഭർത്താവിൻ്റെ അടുത്ത് മറ്റൊരു മുഖം, കൂട്ടുകാരുടെ അടുത്ത് വേറൊരു മുഖം, ഓഫീസിൽ ചെന്നാൽ മറ്റൊരു മുഖം, ഇടവ വികാരിയുടെ അടുത്ത്, പള്ളി കമ്മിറ്റിയിൽ, എൻ്റെ ജോലി സ്ഥലത്ത്, ഇങ്ങനെ പലയിടങ്ങളിൽ നമ്മൾ പല മുഖമാണ് നമുക്ക്. ഞാൻ ഒരിക്കലൊരു സ്ഥലത്ത് ഈ മെസ്സേജ് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മുടെ യഥാർത്ഥ മുഖം ഏതാണ്? ഉടനെ ഒരു ചേട്ടായി എഴുന്നേറ്റുന്നുണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നു ബ്രദറെ, അഭിനയിച്ച് യഥാർത്ഥ മുഖം നഷ്ടപ്പെട്ടു പോയി. ഇത് ചിരിക്കാൻ പറഞ്ഞതല്ല, നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവം ഇത് തന്നെയാണ്. നമ്മൾ പലപ്പോഴും ഇന്ന് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും നമുക്ക് ഹൃദയപരമാർത്ഥതയോടെ, സത്യസന്ധതയോടെ, ആത്മാർത്ഥതയോടെ,
വിശ്വസ്തയോടെ സംസാരിക്കാനും പെരുമാറാനും നമുക്ക് കഴിയുന്നില്ല. ഡ്യൂപ്ലിസിറ്റി, നമ്മൾ കപടതയോടെ ഇന്ന് പെരുമാറുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മോട് സംസാരിക്കുകയാണ്. ജീവിതത്തിൽ നമ്മൾ അഭിവൃദ്ധി ആഗ്രഹിക്കുന്നുവെങ്കിൽ, കർത്താവിൻ്റെ നന്മകളിൽ നമുക്ക് പങ്കുപറ്റാൻ കഴിയണമെങ്കിൽ, നമ്മുടെ തലമുറകളിലേക്ക് ദൈവാനുഗ്രഹം ഒഴുകപ്പെടണമെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിൽ പൂരിതരാകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലേക്കും ദൈവകൃപ കടന്നു വരണമെങ്കിൽ നമ്മൾ വിശ്വസ്തയോടെ ഹൃദയപരമാർത്ഥതയോടെ ജീവിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. കർത്താവ് വെറുക്കുന്ന ഏറ്റവും വലിയ പാപം എന്താ? കപടതയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 13-ാമത്തെ തിരുവാക്യം കർത്താവ് പറയാണ്, കപടനാട്യക്കാരെ നിങ്ങൾക്ക് ദുരിതം. കർത്താവ് പരസ്യമായി ശാസിക്കുകയാ, കപടതയുള്ളവരെ നിങ്ങൾക്ക് ദുരിതം. വീണ്ടും 15-ാമത്തെ വചനത്തിൽ വീണ്ടും കർത്താവ് ആവർത്തിച്ച് പറയുക, ഹൃദയപരമാർത്ഥത ഇല്ലാത്തവരെ, കപടനാട്യക്കാരെ നിങ്ങൾക്ക് ദുരിതം. കർത്താവ് പരസ്യമായി ശാസിക്കുകയാ. എന്താ ഈ വചനത്തിനർത്ഥം? കർത്താവിൻ്റെ ഹൃദയത്തിന് ഒരുപാട് വേദന കൊടുക്കുന്ന കാര്യമാണ് ഹൃദയപരമാർത്ഥതയില്ലാതെ സംസാരിക്കുക, ഹൃദയപരമാർത്ഥതയില്ലാതെ ഇടപെടുക, ഹൃദയപരമാർത്ഥതയില്ലാതെ നമ്മൾ പ്രവർത്തിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവർ ഒരിക്കലും ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ ജീവനുള്ള വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. 84-ാം സങ്കീർത്തനം 11-ാമത്തെ തിരുവാക്യം ഞാൻ പലപ്പോഴും ആവർത്തിച്ച് ഏറ്റുപറയുന്നൊരു വചനമാണ്. എൻ്റെ ഹൃദയത്തിന് ഒരുപാട് ആനന്ദം നൽകിയിട്ടുള്ളൊരു തിരുവാക്യമാണിത്. പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും കർത്താവ് നിഷേധിക്കുകയില്ല. നമ്മൾ എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട്? എങ്കിൽ ഇത് നമ്മളെ വ്യത്യസ്തരാകും. നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരും. നമ്മുടെ പ്രവർത്തന ശൈലികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മളായിരിക്കുന്ന മേഖലകളിൽ, മണ്ഡലങ്ങളിൽ വിശ്വസ്തയോടെ, യാഥാർത്ഥ്യ ബോധമുള്ളവരായി, ഹൃദയപരമാർത്ഥതയോടെ ജീവിക്കുവാൻ നമ്മളെല്ലാവരും തയ്യാറാകും. നമ്മൾ പലപ്പോഴും പാടുന്ന ചില വരികളാണ്, നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്, നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഈ വചനം ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ടെന്ന് പറഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരെല്ലാം വിശ്വസ്തയോടെ ജീവിക്കുന്നുവോ അവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് തരുന്ന നന്മകളെ തടസ്സപ്പെടുത്തുവാൻ ഒരു പിശാചിനും ഒരു മനുഷ്യനും സാധ്യമല്ല. ചിലർ പറയാറുണ്ട്, അവരത് മുടക്കി, അവരെൻ്റെ അവസരം നഷ്ടപ്പെടുത്തി കളഞ്ഞു, അവര് കാരണമാ എനിക്ക് ദുരിതമുണ്ടായത്. അല്ല, നീ വിശ്വസ്തയോടെ ജീവിച്ചാൽ, നീ ഹൃദയപരമാർത്ഥതയോടെ ജീവിച്ചാൽ, നിന്റെ ജീവിതത്തിലേക്ക്, ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ മക്കളിലേക്ക്, നീ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളിലേക്ക് ഒഴുകപ്പെടുന്ന അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തുവാൻ ആർക്കും സാധ്യമല്ല. അത് ദൈവം തന്നെ വിചാരിക്കണം. ഈ സത്യം തിരിച്ചറിഞ്ഞ് ചില തീരുമാനങ്ങൾ നമുക്കുണ്ടാകണം. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ കപടതകൾ, എൻ്റെ ജീവിതത്തിലുള്ള അവിശ്വസ്തതകൾ, എൻ്റെ ജീവിതത്തിലുള്ള ചില വഞ്ചനകൾ, മറ്റുള്ളവരെ പാരവയ്ക്കുന്ന അനുഭവങ്ങൾ, മറ്റുള്ളവരെ തകർക്കുവാനുള്ള എൻ്റെ ചില കുബുദ്ധികൾ, ഇതെല്ലാം പിഴുതുകളഞ്ഞ് വിശ്വസ്തയോടെ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. ഒരു നിമിഷം നിങ്ങളായിരിക്കുന്നിടത്ത് മുട്ടുകുത്തി നിൽക്കുക. കർത്താവിൻ്റെ ശക്തമായ കൃപ നമ്മിലേക്ക് കടന്നു വരുന്ന സമയം. പല തകർച്ചകളും ഉയർച്ചകളായി ദൈവം മാറ്റുകയാണ്. നമ്മുടെ മുൻപിലുള്ള അസാധ്യതകളെ കർത്താവ് സാധ്യതകളാക്കി തീർക്കുന്ന സമയം. നമ്മുടെ ദുഃഖ ദുരിതങ്ങളെ കർത്താവ് ആനന്ദമാക്കി ഉയർത്തുന്ന സമയം. കരങ്ങൾ ഉയർത്തി പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത്, കർത്താവേ, എൻ്റെ ഭാര്യയോട് ഭർത്താവിനോട്, എൻ്റെ അപ്പനോട് അമ്മയോട്, എൻ്റെ മകനോട് മകളോട്, എൻ്റെ സഹോദര സഹോദരങ്ങളോട്, എൻ്റെ കൂടെയുള്ളവരോട്, എൻ്റെ അധികാരികളോട്
ഞാൻ ഹൃദയ പരമാർത്ഥതയോടെ പെരുമാറും. ഡ്യൂപ്ലിസിറ്റി എനിക്ക് വേണ്ട കർത്താവേ. വിശ്വസ്തയോടെ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. ഈ ഒരു പ്രാർത്ഥനയോടെ കരങ്ങൾ ഉയർത്തി ജീവിക്കുന്ന കർത്താവിന്റെ തിരുനാമം വിളിച്ച് നമ്മൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, അവിടുത്തെ കരുത്തുറ്റ കരങ്ങൾ നീട്ടി ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കണമേ. വഞ്ചനയിൽ നിന്ന്, ചതിയിൽ നിന്ന്, കർത്താവേ, കപടതയിൽ നിന്ന്, അവിശ്വസ്തതയിൽ ഞങ്ങളെ വിമോചിപ്പിച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ വിശ്വസ്തരാക്കണമേ. കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. ദൈവ തേജസ്സിനാൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ പൂരിതരാക്കണമേ. ബ്ലെസ്, ബ്ലെസ് ലോർഡ്. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ, തലമുറകളെ, സഭാ സമൂഹങ്ങളെ, ആവശ്യങ്ങളെ, നിയോഗങ്ങളെ, ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളെയും അവിടുന്ന് കരങ്ങൾ ഉയർത്തി ആശീർവദിക്കണമേ. അനോയിന്റ്, അനോയിന്റ് ലോർഡ്. ദൈവവചനത്തിലൂടെ കർത്താവ് നൽകിയ ഈ ആലോചനകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വന്തമാക്കി ഒരു പുതിയ തീരുമാനത്തോടെ വിശ്വസ്തരായി ഹൃദയപരമാർത്ഥതയുള്ളവരായി നമുക്ക് ജീവിക്കാം. കൂടുതൽ കർത്താവിന്റെ നന്മകളിൽ പങ്കുപറ്റി ഈ ലോകത്തിനും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ സഭയ്ക്കും നമ്മുടെ ദേശാന്തരങ്ങൾക്കും ഒരു അനുഗ്രഹമായി നമുക്ക് മാറാം. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിത്യജീവനായി എന്നിൽ വാഴണേ. ദീപമേ, സത്യദീപമേ, പരമപരിശുദ്ധനായ കർത്താവേ, തിരുവോസ്തിരൂപനായി ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിച്ചു ഹൃദയപരമാർത്ഥതയോടെ ജീവിക്കുക, നമ്മൾ കൂടുതൽ വിശ്വസ്തരാകുക, നമ്മളായിരിക്കുന്ന മേഖലകളിൽ, കുടുംബ ജീവിതത്തിൽ, സമർപ്പിത ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ, ജോലി മേഖലകളിൽ, ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളിലും ഹൃദയപരമാർത്ഥത്തോടെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ചതികള്, വഞ്ചനകള്, കുബുദ്ധികള്, കപടതകളെല്ലാം വിട്ടുകളഞ്ഞ് കർത്താവേ, വിശ്വസ്തയോടെ ജീവിക്കാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. തന്റെ സൗഖ്യദായകമായ വചനത്തിലൂടെ അനേക രോഗികളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയം, ഈ ആരാധന ശുശ്രൂഷയിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർത്താവ് പകരുന്ന സമയം, സ്വർഗം നൽകുന്ന ഈ നന്മകൾ സ്വന്തമാക്കി ഇരുകരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വതന്ത്രമായി യേശു നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ, എൻ ദൈവമേ, കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾ അവിശ്വസ്തതകളെ പരിഹരിച്ച് ഞങ്ങൾ വിശ്വസ്തരാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബ ജീവിതത്തിൽ, പഠന മേഖലയിൽ, തൊഴിൽ മണ്ഡലങ്ങളിൽ, ബിസിനസ് മേഖലകളിൽ, എല്ലാ തലങ്ങളിലും കർത്താവേ, നിന്റെ അനുഗ്രഹം ഞങ്ങൾ സ്വന്തമാക്കട്ടെ. നിന്റെ നന്മകളിൽ ഞങ്ങൾ വളരട്ടെ. യേശുവേ നന്ദി, പിതാവേ നന്ദി. ഈശോ നമ്മെ അനുഗ്രഹിക്കുന്ന സമയം കർത്താവ് തരുന്ന സകല നന്മകളെ സ്വന്തമാക്കി ഒരിക്കൽ കൂടെ നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി. താങ്ക് യു, താങ്ക് യു ജീസസ്. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുന്നത് താഴ്മയിലൂടെ ഉയർച്ച നേടുക. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ,